വെച്ചുണ്ടാക്കിയ ഒരു നാടൻ ചിക്കൻ സ്റ്റൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടാൽ തന്നെ കൊതിയൂറും ഗൈസ്. അത്ര ടേസ്റ്റുള്ള നാടൻ കോഴി വെച്ച് നമ്മൾ ഉണ്ടാക്കിയൊരു സ്റ്റൂ ആണ്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ 2 കോഴി വെച്ചാണ് നാടൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം പോലെന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് ഈ 2 നാടൻ കോഴി നമുക്ക് വെട്ടി നോക്കിയിട്ട് വരാം. ഇത് 2 തേങ്ങയാണ്. 2 തേങ്ങ നമ്മൾ നന്നായിട്ട് ചിരണ്ടിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ തേങ്ങാപ്പാല നമ്മുടെ ചിക്കൻ്റെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചെടുക്കാം. നമ്മുടെ 2 കോഴിയും പിടക്കോഴിയായിരുന്നു. മുട്ടയും കിട്ടി, നെയ്യൊക്കെ ഇട്ട് കറി ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് നാടൻ കോഴിയുടെ പ്രത്യേകത. അപ്പോൾ നമുക്കത് കുക്കറിലോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ കുക്കറിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് 5-6 കറിയാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട ഒരു 2-3 കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ഏലക്ക ഇട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 10 പച്ചമുളക് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഒരു കഷ്ണം വലിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ആവശ്യത്തിന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ നല്ലോണം വേവിക്കും. ഇപ്പോൾ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. 3 വിസിലടിച്ച് കഴിഞ്ഞു. 3 വിസിലടിച്ചിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. കറക്റ്റ് വേവാണ്. നല്ല നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. സബോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുരുമുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് മുരിഞ്ഞാൽ മതി. നമുക്കിതിലേക്ക് 2 തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് വറ്റണം. എന്നിട്ട് വേണം നമുക്ക് ആദ്യത്തെ പാല് ചേർത്ത് കൊടുക്കാൻ. തേങ്ങാപ്പാൽ നല്ലോണം വെച്ച് വന്നിട്ടുണ്ട്. കൈയെടുക്കാതെ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 50 ഗ്രാം ഗ്രീൻ പീസ്, 1/2 കിലോ ഉരുളക്കിഴങ്ങ്, ഒരു 350 ഗ്രാം ക്യാരറ്റ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. തേങ്ങാപ്പാലിനോട് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ടാൽ മതി നമ്മൾക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നല്ല നെയ്യുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പത്തിനും നൂലപ്പത്തിനും കൂടെ നമുക്ക് കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എല്ലാം ഇട്ട് നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അധികം തിളക്കരുത്. തിള വന്ന ഉടനെ നമ്മൾ ഇത് ഓഫ് ചെയ്യണം. നെയ്യൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ലൈറ്റായിട്ട് തിള വന്നാൽ മതി. നമുക്കിതിലേക്ക് അല്പം കോൺഫ്ലവറും കൂടി എടുത്തു കൊടുക്കുക. ഒരു 2 ചെറിയ സ്പൂൺ കോൺഫ്ലവർ ഞാനിതിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ
സ്റ്റൂ ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചിക്കൻ സ്റ്റൂ നല്ല റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് തിളച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാഷ്നട്ട് മുന്തിരി വറുത്ത് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റൂ അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ അപ്പം ചുട്ടിട്ടില്ല. അപ്പം കൂടി ചുട്ടിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. നല്ല നെയ്യൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഫിനിഷായി. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് പൊട്ടിക്കുക, പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഫ്രണ്ട് ഓർഡറിക് സൈനിങ് ഔട്ട്.